ടെക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹൈഡ്രോളിക് പ്രസ് റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി പോയി. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഈ ടാങ്കിൽ കുറച്ച് ഓയിൽ ടാങ്കിൽ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീലൊക്കെ ലീക്കുള്ളത് കൊണ്ട് തന്നെ താഴോട്ട് ഓയിലും കുറച്ച് പോകുന്നുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബക്കറ്റ് വാഷർ എന്ന് പറഞ്ഞിട്ട് ഈ ലോഡ് എടുക്കുന്ന മെയിനായിട്ടുള്ള വാഷർ കേടായിട്ടുണ്ട്. പിന്നെ ഈ പിസ്റ്റൺ അല്ലെങ്കിൽ റാം എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് പോകാറുണ്ട്. ഏകദേശം ഇത്രയും നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അത്രയും മൂവ്മെൻറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറവ് കാരണം അത് കംപ്ലീറ്റ് മുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് റിസ്റ്റോറേഷൻ ചെയ്തൊന്ന് ശരിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകം കാണാത്തവർക്ക് കാണാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പ്രസ് അയക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രവർത്തനം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ എങ്ങനെയാണ്, ഇപ്പോൾ ഉള്ള ആ ഒരു ലീക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമുക്ക് ഏതായാലും അഴിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു 8 ഇഞ്ച് 9 ഇഞ്ചോളം അവിടെ ബാലൻസ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് റിട്ടേൺ പോകുന്നില്ല. അപ്പോൾ അതിന് കാരണം ഇതിൻ്റെ അകത്ത് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറഞ്ഞതാണ്. നമ്മൾ ഉപയോഗിച്ച് പ്രസ്സായിട്ട് അതിൻ്റെ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു ടെൻഷൻ കുറഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഈ പ്രസ്സിൻ്റെ നിർമ്മാണത്തിനും ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇതിന് റിവോൾവിങ് ടൈപ്പ് സീലാണ് ഇവർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് ലെയർ ആയിട്ടുള്ള റാമിൻ്റെ സീൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ശരിക്കും അകത്ത് ഉള്ള ഓയിലായാലും വെള്ളം കൂടി വന്നപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഓയിൽ അത്രയും കട്ടിയായി നിന്ന സമയമായിട്ട് കൂടി ഈ ഓയിലും കൂടി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ അത്രയും ഫാൾട്ടാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബെഡ് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇതിൻ്റെ റാം വരുന്ന ആ ഒരു ഭാഗം പിസ്റ്റണ് കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം അഴിച്ചെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ബെഡ് ഇങ്ങനെ ഉയർത്തിയിട്ട് ഒരു ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ വെച്ചതിന് ശേഷം 2 സപ്പോർട്ട് കൂടി കൊടുത്തിട്ടാണ് നമ്മളിത് അയച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് 2 ഒരേ നീളത്തിലുള്ള പൈപ്പിങ്ങനെ വെച്ചിട്ട് ബെഡിൽ കുറച്ചുകൂടി ഉയർത്തിയിട്ട് ആ ഓയിൽ ചേമ്പറിലേക്ക് ടച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ആ ചേമ്പർ നേരെ താഴേക്ക് വരികയും ചെയ്യില്ല. പിന്നെ എല്ലാ ബോൾട്ടും ഒറ്റയടിക്ക് തന്നെ റിലീസാക്കാനും പറ്റും. പിന്നെ ഇത് അഴിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വെയിറ്റ് താഴോട്ടേക്ക് വരികയും ചെയ്യില്ല. അപ്പോൾ 21ൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ട് ഈ എല്ലാ ഭാഗവും ഒന്ന് ലൂസാക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോൾട്ടെല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഈ ചേമ്പർ മെല്ലെ താഴ്ത്തിയെടുക്കാൻ വേണ്ടി പോയി. അതിൽ ആ സൈഡിലൊരു ചെറിയ ഗ്യാപ്പ് വന്ന് മെല്ലെ ആ ചേമ്പർ മാത്രമായിട്ട് നമ്മൾ ഈ ബെഡ് റിലീസാക്കുന്നതിന് കണക്കായിട്ട് താഴോട്ട് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒന്നിച്ച് ഈ റാമും പിസ്റ്റണും എല്ലാം ഒന്നിച്ച് ഇതിൻ്റെ വാഷർ അടക്കാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് വരാത്തതിൻ്റെ കാരണം വാഷർ അവിടെ സ്റ്റക്കായിട്ടുള്ളത്. അപ്പോൾ വാഷർ വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു തുരുമ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ജാമായിട്ടാണ്. ശരിക്കും അത് ഒന്നിച്ചിങ്ങ് വരേണ്ടതാണ്. വെള്ളം കയറിയതുകൊണ്ട് വേണ്ട ഇത്രയും തുരുമ്പ് പിടിച്ചിട്ടാണ് ഇതുള്ളത്. നമ്മൾ ആ പുറമേ കാണുന്ന ഒരു ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തുരുമ്പ് പിടിച്ച് ആകെ വൃത്തികേടായിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കാലമായി ഇത് മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് അഴിച്ച് പറിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ അളവും കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 14 ഇഞ്ച് നീളമുള്ള സ്പ്രിങ്ങാണ് ഇതിന് ശരിക്കും ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരുപാട് അകലം കുറഞ്ഞിട്ടുണ്ട്, ചെറുതായി ഇത്രയും ഭാഗം ഷോർട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബക്കറ്റ് വാഷർ എന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ വാഷർ കേട്ടോ. ഇത് അതിൻ്റെ അകത്ത് വരുന്നൊരു വാഷറാണ്, പ്ലേറ്റ് വാഷർ MS-ൻ്റെ. അപ്പോൾ ഈ ഒരു വാഷർ വലിയൊരു വാഷർ കൂടിയുണ്ട്. അപ്പോൾ ഇതും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ബക്കറ്റ് വാഷർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ശരിയായ ഒരു ലോഡിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഷറിൻ്റെയൊക്കെ വെയിറ്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇത് അഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഴിഞ്ഞ് വരും എന്ന് പറഞ്ഞത്. അപ്പോൾ തുരുമ്പ് കാരണം വന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ ശരിക്കും ഡാമേജ് ആയിട്ടുണ്ട്, കാണുന്നില്ല. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും കുഴിഞ്ഞ് അതിൻ്റെ ഒരു ശരിക്കും ഫ്ലെക്സിബിളായിപ്പോയി. കുറച്ച് ഹാർഡായിട്ട് ഉണ്ടാവില്ല സാധാരണ. റാമിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഉദ്ദേശിച്ച പോലെ തുരുമ്പല്ല കേട്ടോ. ഇത് ഓയിലും വെള്ളവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരുമാതിരി ഒരു ചെളി പോലെ തോന്നുന്നു. അപ്പോൾ ഇതാണ് ബോട്ടം ചേമ്പർ. ഇതിന് ഒരു 75x110 റിവോൾവിങ് ടൈപ്പ് സീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും ഇതിന് റിവോൾവിങ് ടൈപ്പ് അല്ല വേണ്ടത്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ റാമിന് ഉപയോഗിക്കുന്ന ലെയർ ടൈപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ അകം അഴിച്ചിട്ട് ഒരു സീൽ എക്സ്ട്രാ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇതിങ്ങനെ സൈഡൊക്കെ വെൽഡ് ചെയ്ത് കൊടുത്തൊരു ചേമ്പർ ഉണ്ടാക്കിയിട്ട് സീലൊക്കെ സൈഡ് സിലിക്കോണൊക്കെ അടിച്ച് നിർത്തിയതാണ്.
അപ്പോൾ ഇതാണ് പ്രസ്സിൻ്റെ ഓയിൽ ടാങ്ക് കേട്ടോ. നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോയത്. ആദ്യം തന്നെ ഇതിൻ്റെ ലോക്ക് അഴിച്ചെടുത്ത് 2 ഭാഗത്ത് പിസ്റ്റണും എടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് സ്മൂത്തായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഓയിൽ ടാങ്കിൻ്റെ ഉള്ളിലെ അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും പിസ്റ്റൺ വരുന്നതും ഇത് നമ്മൾ ഇപ്പോൾ ടൈറ്റ് ചെയ്ത ഊരിയ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഈ ഓയിൽ ടാങ്കിൽ വരുന്നത് 5 ലിറ്റർ ഓയിലാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശം വറ്റിയിട്ട് ഏകദേശം 2.5 ലിറ്റർ 3 ലിറ്റർ അങ്ങനെ ഉണ്ടാവും, കട്ടിയായിട്ടുണ്ട്. അപ്പോൾ വാട്ടർ പേപ്പർ വെച്ചിട്ട് ഈ റാം ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ശേഷമാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് റെസ്റ്റ് ശരിക്കും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ പിടിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ഈ ഫൈനായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ ലൈഫ് കിട്ടില്ല. കുറച്ച് ഓയിൽ ഒറ്റിച്ചിട്ട് അതേ വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്നുകൂടി ഫൈനായിട്ട് കിട്ടും. അപ്പോൾ നല്ല തിളക്കം കിട്ടാൻ വേണ്ടി ഈ ഒരു വീല് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് റഫായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സ്റ്റീൽ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ വീല് തന്നെയാണ്. നോൺ വോവൺ വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീൽ പോളിഷ് ചെയ്യാൻ എടുക്കുന്ന അതേ വീല് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം തിളക്കം കൂടാൻ കിട്ടുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു നമ്മൾ ഈ സ്റ്റീലിന് ലൈഫും കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തിളക്കം കൂട്ടാൻ വേണ്ടി ഈ ഒരു വീല് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ പോളിഷിങ് കോമ്പൗണ്ട് സോപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സോഫ്റ്റ് വീലിട്ടിട്ട് ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടും. അപ്പോൾ തിളക്കം മാത്രമല്ല അതിനുള്ള നമ്മളെ ഷാഫ്റ്റിന് ലൈഫും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ പഴയ ബക്കറ്റ് വാഷർ. അപ്പോൾ ഇതേ അളവിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഹോൾ അടിക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക റഫ് ആൻഡ് ടഫായിട്ട് ഉണ്ടാവുക. ഇത് വരുന്ന സമയത്ത് ലെതറാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 5.58 ഇഞ്ച്. അപ്പോൾ അത് ഏകദേശം നമുക്ക് 15 സെൻറ്റിമീറ്ററിൽ താഴെയായിട്ടുള്ള ഒരളവ്, 15 ഉണ്ടാവില്ല, ഒരു 14.4 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ആ ഒരു അളവ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോളിങ്ങനെ എടുക്കണം. അപ്പോൾ ഹോൾ എടുക്കാൻ വേണ്ടി നമ്മൾ ലേത്തി പിടിച്ചിട്ട് എടുക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു വാഷർ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ലേത്തിൽ പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് കറക്റ്റ് എക്സാക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് സോഫ്റ്റ് ചെയ്തിട്ട് ഓയിൽ വെച്ച് സോഫ്റ്റ് ചെയ്തതിന് ശേഷം കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ബക്കറ്റ് വാഷർ കുറച്ച് ടൈറ്റ് പോകുന്ന വിധത്തിൽ തന്നെ ഹോൾ അടിച്ചെടുത്തിട്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഇതിന് ഇപ്പോൾ നമ്മൾ റാമിൽ സെറ്റ് ചെയ്തതിന് ശേഷം 2 ദിവസം ഓയിലിട്ടിട്ട് സോക്ക് ചെയ്യണം. അപ്പോൾ ലേത്ത് വർക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ അസിസ്റ്റൻ്റ് പമ്പും അതുപോലെ തന്നെ ഇതൊക്കെ അഴിച്ച് പറിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് പമ്പ്. അപ്പോൾ ഇതിൽ ഒരു ബോൾ വെച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം ശരിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കൂടെ ഇതിൻ്റെ ഓയിൽ പമ്പ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ള ഈ ഒരു ചാമ്പറും കൂടി ഇങ്ങനെ പേപ്പർ ഇട്ടിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വാട്ടർ പേപ്പർ വെച്ചിട്ട്. അപ്പോൾ ബക്കറ്റ് വാഷറും പ്ലേറ്റ് വാഷറും കൂടി നമ്മൾ ബന്ധിപ്പിക്കാൻ വേണ്ടി പോയി. അതിനോട് ആദ്യം തന്നെ സിലിക്കോൺ അപ്ലൈ ചെയ്തതിന് ശേഷം ആ സിലിക്കോണൊന്ന് പരത്തി കൊടുത്തിട്ട്, സിലിക്കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആന ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്യാസ്കറ്റ് ബോണ്ടാണ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൻ്റെ ഒരു കടകളിലെല്ലാം കിട്ടുക. അപ്പോൾ അത് നമ്മൾ ഈ പ്ലേറ്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മളെ ബക്കറ്റ് വാഷറിനും അപ്ലൈ ചെയ്ത് 2 ഭാഗത്തേക്കും നന്നായിട്ട് ഗ്യാസ്കറ്റ് ശരിക്കും ഓയിൽ ലീക്കില്ലാത്ത ലെവലിൽ തന്നെ ആക്കിയെടുക്കും. അങ്ങനെ ആക്കിയിട്ട് റാമിൽ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ 2 ദിവസം നമ്മളിപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്ത ആ പഴയ ഓയിലിലേക്ക് ആ ഒരു സെറ്റാക്കി വെച്ച ഭാഗം ഇറക്കി വെച്ചിട്ട് ഇതിനെ സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബക്കറ്റ് വാഷറിൻ്റെ ഇപ്പോൾ കണ്ട ആ റഫ്നെസ് ഇല്ല, ആ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ശരിക്കും സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ രണ്ടിനും നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റ് ചെയ്തിട്ട് ഓയിൽ ടാങ്കിലേക്ക് ഇട്ട് പോകുന്നുണ്ട്. അത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പഴയ സ്പ്രിങ്. അപ്പോൾ നമ്മൾ പുതിയ സ്പ്രിങ് വാങ്ങിയിട്ടുണ്ട്. പുതിയതല്ല, നമ്മളെ പഴയ മാർക്കറ്റിൽ നിന്ന് ഉക്കടത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 15 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട്. നമ്മുടെ പുതിയ സ്പ്രിങ്ങിൻ്റെ ടേൺ വരുന്നത് 9 ടേണും ഇതിൻ്റെത് 7 ടേണുമാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഹൈറ്റിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ടും കുറച്ച് നല്ല ടെൻഷനുള്ള ടെമ്പറായിട്ടുള്ള സ്പ്രിങ് ആയതുകൊണ്ട് ഇത് ചൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ പമ്പിൻ്റെ അകത്ത് ഹോട്ട് എയർ ഗണ്ണ് ഉപയോഗിച്ചിട്ടൊന്ന് ഹീറ്റാക്കിയിട്ട് ആ ഒരു ഇത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഡീസൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് നമുക്ക് ഓയിലിലും മിക്സ് ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ബോട്ടം ചേമ്പറിൻ്റെ സീല് മാറ്റാൻ വേണ്ടി പോയിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു
റാമിന് ഉപയോഗിക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനോട് വേണ്ടിയിട്ട് വരുന്ന ഒരു സീല്. അപ്പോൾ ഇത് കുറച്ചുകൂടി നൈലോണിൽ ഒരു റഫായിട്ടുള്ളൊരു നൈലോണാണ്. അപ്പോൾ നമ്മളൊരു വി ബെൽറ്റെല്ലാം വരുന്നില്ല, ഒരു ബെൽറ്റൊക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലീക്ക് നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ശരിക്കും റബ്ബറും അതുപോലെ തന്നെ സ്പ്രിങ്ങും വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് നിൽക്കും തന്നെ തോന്നുന്നു. അപ്പോൾ ടാങ്കിലേക്ക് ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. 5 ലിറ്റർ ഓയിലാണ് നമുക്ക് കംപ്ലീറ്റ് പ്രസ് മൂവ്മെൻറ്റിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേഡ് വരുന്നത് 46 ഗ്രേഡിലുള്ള നമ്മളെ JCBയുടെ ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ശരിക്കും നല്ല ഫൈനായിട്ടുള്ള ഓയിൽ, ഏറ്റവും നേരിയ ഹൈഡ്രോളിക് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഓയിലിൻ്റെ കളറും ക്രീമി ആയിട്ടുള്ള ഒരു കളറും ഇപ്പോൾ ഉള്ള കളറും കണ്ടാൽ ശരിക്കും ഇത് വെളിച്ചെണ്ണ പോലെ ഇത്രയും പ്യൂരിറ്റിയുള്ള ഓയിലാണ് നമുക്ക് ആ കട്ടിയായിട്ട് ആ ഒരു കളറായി മാറിയത്. അപ്പോൾ റാമിന് സെറ്റാക്കിയിട്ട് ബക്കറ്റ് വാഷർ ഓയിലിൽ പഴയ ഓയിലിട്ട് സോക്ക് ചെയ്തിട്ട് ഇന്നേക്ക് 2 ദിവസമായി. നമ്മൾ ഇന്നിനി ഇത് തിരിച്ച് കയറ്റാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്ര സോഫ്റ്റായി വന്നിട്ടില്ല, കുറച്ചുകൂടി സോഫ്റ്റ് ആകേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഇതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും സോഫ്റ്റായി വരും. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ലൈഫ് കുറയുമെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഇത് സോഫ്റ്റായി ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിന് നമ്മൾ കുറച്ച് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പ്രൈമർ കോട്ട് മാത്രം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉക്കടന്ന് പഴയ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ചെറിയൊരു റെസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ അഴിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിസ്റ്റം വെച്ചിട്ട് തന്നെ അത് തിരിച്ച് കയറ്റി തരാം, ബെഡിൽ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി ഈ കാണുന്ന ബോൾട്ട് കൂടി ഒന്ന് ഫയലായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചാലും ക്ലിയർ ആയിട്ടുണ്ട്. ലീക്കെല്ലാം നിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇപ്പോൾ ഹാമർ ടെസ്റ്റ് കൂടി നടത്തിയിട്ട് ലോഡ് എത്ര കിട്ടുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ വേറെ എന്താ പറയുക, നമ്മളിതൊന്ന് ഞാൻ തിരിച്ചിട്ട് റിട്ടേൺ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതാണ്. പഴയത് നമുക്ക് പോകാൻ ഏകദേശം കുറേ ടൈം എടുക്കും, 1-1.5 മിനിറ്റ് എടുക്കും. ഇതിപ്പം കാണുന്നില്ല, സ്പ്രിങ്ങിൻ്റെ ആ ഒരു ടെൻഷൻ കാരണം ഹൈ സ്പീഡായിട്ട് തന്നെ റിട്ടേൺ പോകുന്നുണ്ട്. അത് മാത്രമല്ല പോകുന്നതിൻ്റെ അളവും കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നേരത്തെ ഏകദേശം ഈ ഒരു ലെവലിലോളം ഇങ്ങനെ റാം താണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഹാമർ ടെസ്റ്റ് കൂടി നടത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ആ ബക്കറ്റ് വാഷർ ശരിക്കും സോക്കാവാത്തതുകൊണ്ട് അത് ശരിക്കുള്ള ഒരു പ്രഷർ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. എന്നാലും നമ്മളൊന്ന് അടിച്ച് നോക്കിയാണ്. അപ്പോൾ പ്രസ് ഇങ്ങനെ ഡൗൺ ചെയ്തിട്ട് ഈ താഴെ മുകളിലായിട്ട് ഈ 2 പീസ് വെച്ചിട്ട് ഇതിൻ്റെ ഇടക്കുന്ന് ഇളക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് വീശി അടിക്കാം. നമുക്ക് ഇത്രയും ഗ്യാപ്പുള്ളൂ, ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ വീശിയിട്ട് തന്നെ അടിക്കുന്നുണ്ടോ. അത്യാവശ്യം പ്രഷർ കിട്ടുന്നുണ്ട് തന്നെയാണ് തോന്നുന്നു. ഒന്നും കൂടി സോക്കായി കഴിഞ്ഞാൽ നല്ല പ്രഷർ കിട്ടും. അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.